ഇത് ഇന്നലെ കാണിച്ച ക്രോസ് നീഡിൽ SWR മീറ്റർ ആണ്. 2 നീഡിലുണ്ട്, ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ട് ക്രോസ് ചെയ്യുന്ന ഡയറക്ഷനിൽ എവിടെയാണ് ആ പോയിന്റിൽ ഉള്ള SWR ആണ് റീഡ് ചെയ്യേണ്ടത്. കാണിച്ചപ്പോൾ ഇതിൽ HF-ലായിരുന്നല്ലോ, ഇതിപ്പോൾ മാറ്റണം. HF മാറ്റിയിട്ട് VHF UHF-ലേക്കായി. പുഷ് ബട്ടൺ മാറ്റി കഴിഞ്ഞാൽ VHF UHF-ലാണ് ഇപ്പോൾ ചെക്ക് ചെയ്യുക. ഇതാണ് മോക്സോൺ യാഗി. അതിന് ഒരു മോക്സോൺ എലമെൻറ്റ് റെക്റ്റാങ്കിൾ ഉണ്ട് VHF-ന്. കൂടാതെ 5 UHF എലമെൻ്റ് ഉണ്ട്. അത് പാസീവ്ലി കപ്പിൾഡാണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. മാനുവൽ റൊട്ടേഷനാണ് ഈ കാണിക്കുന്നത്. സാറ്റലൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ആ ഡയറക്ഷനിലേക്ക് 2-3 തവണ ഒരു 10 മിനിറ്റിൻ്റെ ഇടയിൽ മാറ്റി മാറ്റി വെച്ചാൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ബെറ്ററായിട്ട് കിട്ടും. അത് നമ്മൾ ആപ്പോ അല്ലെങ്കിൽ വെബ്സൈറ്റോ നോക്കിയിട്ട് സാറ്റലൈറ്റ് പോകുന്ന ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ആ ഡയറക്ഷനിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ വെറുതെ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കാണിക്കുന്നു എന്ന് മാത്രം. മാനുവൽ റൊട്ടേഷൻ അതിൻ്റെ ബേസ് പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കുന്നതാണ്. ആ മാസ്റ്റ് താഴ്ന്ന് പിടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് CP22E ആൻറ്റന. VHF ആൻറ്റനയാണ്. 2 എലമെൻറ്റ് ഫേസിങ് കോയിൽ അടക്കം വെച്ചിട്ടാണ്. നടുക്കൊരു ഫേസിങ് കോയിലുണ്ട്, പക്ഷേ നല്ല ബ്രൈറ്റ് ആയതുകൊണ്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ നടുക്ക് കാണുന്നതാണ് ഫേസിങ് കോയിൽ. 2 5/8 ലാംഡ എലമെൻറ്റ്സ് മുകളിലും താഴെയായിട്ടുണ്ട്. പിന്നെ 3 റേഡിയൽസ് ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് CP22E ആൻറ്റന. VHF ഓൺലി എന്നാണ് അതിൻ്റെ കണക്ക്. പക്ഷേ UHF-ൽ 3rd ഹാർമോണിക്കായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇത് വെച്ച് ഞാൻ സാറ്റലൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ IC2730A VHF UHF ഡുവൽ ബാൻഡ് ബേസ് സ്റ്റേഷൻ. ഇത് VHF ആണ്, കാലിക്കറ്റ് റിപ്പീറ്റ് ഫ്രീക്വൻസിയാണ്. അതാണ് ഇപ്പോൾ മെയിൻ ബാൻഡായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. മെയിൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ അതിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇത് വേണമെങ്കിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് റിസീവ് ചെയ്യാവുന്നതാണ്. ഫുൾ ഡ്യൂപ്ലെക്സ് റേഡിയോ ആയതുകൊണ്ട് VHF-ൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ UHF-ൽ റിസീവ് ചെയ്യാം. അത് സാറ്റലൈറ്റ് ഓപ്പറേഷൻ അത് ആവശ്യമാണ്. അപ്പോൾ ഇനി മറ്റേ ബാൻഡ് ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ ഇപ്പോൾ മെയിൻ ബാൻഡ് ഇങ്ങോട്ട് മാറി UHF-ലേക്ക്. ഇനിയിപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ UHF-ലായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുക. അത് 2 തരം സാറ്റലൈറ്റുകളുണ്ട്. VHF-ൽ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് UHF-ൽ റിസീവ് ചെയ്യുന്നതുകൊണ്ട്, UHF-ൽ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് VHF-ൽ റിസീവ് ചെയ്യണമെന്നുണ്ട്. ഇതാണ് ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത്. ഇന്നലെ HF-ൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ 2 പോർട്ടുകളാണ് ഉപയോഗിക്കുക. VHF-ൽ UHF-ലൊക്കെ ഈ പോർട്ടുകളാണ് ഉപയോഗിക്കേണ്ടത്. റേഡിയോയിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഇതുപോലൊരു പാച്ച് കേബിൾ വേണം. 2 എൻഡിലും PL259 ഉള്ളത്. കാരണം ഇത് രണ്ടും SO239 അവിടെ ഉള്ളത്. അപ്പോൾ ഒരു PL259 പാച്ച് കേബിൾ വേണം റേഡിയോയിലേക്ക് കണക്ട് ചെയ്യാൻ. അപ്പോൾ റേഡിയോ എന്നുള്ള പാച്ച് കേബിൾ ഇവിടെ കണക്ട് ചെയ്തു. ഇതിപ്പോൾ ആൻറ്റന കേബിളാണ്. ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് മോക്സോൺ യാഗിഡിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് VHF-ലാണ്. SWR കുറച്ച് കൂടുതലാണ്, കണ്ടില്ലേ? ഏകദേശം 1.8:1 ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ സാറ്റലൈറ്റ് ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അന്ന് ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. റിസപ്ഷൻ നന്നായിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ട് ശരിക്കും കിട്ടുന്നില്ല. അപ്പോൾ മോക്സോൺ യാഗിയിൽ SWR VHF-ൽ കൂടുതലാണ്. ഇനിയിപ്പോൾ മെയിൻ ബാൻഡ് ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ UHF ആണ്. നോക്കാം. UHF-ൽ അത്ര തന്നെ കൂടുതലില്ല, കുറച്ചും കൂടെ ഭേദമാണ്. ആ ക്രോസിംഗ് പോയിൻ്റാണ് നോക്കേണ്ടത്. പക്ഷേ രണ്ടും കൂടുതലാണെന്ന് മനസ്സിലായി. ഇപ്പോൾ തിരിച്ച് വീണ്ടും VHF-ലേക്ക് വന്നു. ആൻറ്റന മാറ്റി. CP22E ആൻറ്റന. അത് കമേഴ്സ്യലാണ്, മറ്റേത് ഞാൻ എൻ്റെ ഹോം ബ്രൂ ആണ്. ഇതിൽ നോക്കുക SWR വളരെ കുറവാണ്. അതെന്ന് വെച്ചാൽ പെർഫെക്റ്റ്ലി ട്യൂൺഡ് ആൻറ്റനയാണെന്ന് അർത്ഥം. ഇനി CP22E ആൻറ്റന UHF-ൽ എങ്ങനെയാണ് പെർഫോം ചെയ്യണമെന്ന് നോക്കാം. ഇതിപ്പോൾ UHF-ലാണ്. മെയിൻ ബാൻഡ് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്, ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം. VHF-ൽ കണ്ടേക്കാട്ട് കുറച്ച് കൂടുതലാണ് UHF-ൽ SWR. പക്ഷെ എന്നാലും വലിയ തിരക്കടില്ല. അത്യാവശ്യം ചെറിയ കോണ്ടാക്ട്സിനൊന്നും കുഴപ്പമില്ല.
ആ ക്രോസിംഗ് പോയിൻ്റാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഏകദേശം 1.1ൻ്റെ കുറച്ച് മേലേക്കേ ഉള്ളൂ അത്. അപ്പോൾ അതുകൊണ്ട് UHF വർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ തേർഡ് ഹാർമോണിക്കാണ്, അങ്ങനെയാണ് UHF വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന്നിപ്പോൾ ഞാൻ കണ്ടുപിടിച്ചെന്താ വെച്ചാൽ ഇനിയിപ്പോൾ അതിൻ്റെ മോക്സോണിയാക്കി താഴെ ഇറക്കി അതിലെവിടെയാണ് ഫോൾട്ട് വന്നിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കണം. മിക്കവാറും മഴയൊക്കെ പെയ്തുകൊണ്ട് കുറച്ചെന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. കഴിഞ്ഞ കൊല്ലം ഇതേപോലെ ഞാൻ ഒന്ന് റിപ്പയർ ചെയ്താണ്, ഇനി ഒന്ന് ഇറക്കി സർവീസ് ചെയ്യേണ്ടി വരും. ഹോം ബ്രൂ എക്യുപ്മെൻ്റ് അല്ലേ, ചിലപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വരും.